നല്ല പഴുത്ത് കറുത്ത് ഇരുണ്ടിരിക്കുന്ന നേന്ത്രപ്പഴമാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? എടുത്ത് കളയാൻ പോകണമെങ്കിൽ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഞാനും ഇതുപോലെ പണ്ട് ചിന്തിച്ചിരുന്നു കേട്ടോ. അമ്മയോട് പറയും ചെയ്യും, ഈ കറുത്ത പഴമൊക്കെ വെറുതെ എന്തിനാ എടുത്ത് വെച്ചിങ്ങനെ എടുത്ത് കളയാൻ. ഞാനൊരു വീട്ടമ്മയായി അല്ലെങ്കിൽ ഞാനൊരു അടുക്കളേൻ്റെ മേൽനോട്ടം വഹിച്ചു തുടങ്ങിയതിന് ശേഷമാണ് സാധനങ്ങളൊക്കെ എങ്ങനെ വേസ്റ്റ് ആക്കാതെ എങ്ങനെ ഉപയോഗപ്രദമായി എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ വന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ബഹ്റിനിൽ വന്ന ശേഷമാണെങ്കിൽ നേന്ത്രപ്പഴത്തിനൊക്കെ ഒടുക്കത്തെ വിലയാണ്. എപ്പോഴെങ്കിലും വാങ്ങിച്ചാൽ തന്നെ അതിന് കറക്റ്റായിട്ട് പഴംപൊരിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കി തിന്നാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ ഒരു പഴം എടുത്തു വെച്ച് കുറേ കഴിഞ്ഞപ്പോൾ, ഇത് നേന്ത്രപ്പഴമായിട്ട് വാങ്ങിച്ചതല്ല, പച്ച വാഴയ്ക്കായിട്ട്, അതായത് പച്ചക്കായ എന്നൊക്കെ പറയും, അതായിട്ട് വാങ്ങിയതാണ്. അത് പഴുത്ത് നേന്ത്രപ്പഴമായി മാറുമ്പോൾ ഞാൻ അതുപോലെ പഴംപൊരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇത് കുറച്ച് ദിവസം അധികമായിപ്പോയി, പഴം ഒന്ന് കറുത്തുപോയി, കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ്. ആദ്യം തന്നെ കറുത്ത 2 പഴം എടുത്ത് മിക്സിയിൽ നന്നായി അടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ യോഗട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ബ്ലെൻഡ് ആയതിനു ശേഷം നമുക്ക് ഒരു 300 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് നമ്മുടെ സ്വന്തം മൈദ, അത് തട്ടിക്കൊടുക്കുക. നമ്മളിന്ന് ബനാന ബണ്ണാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ എല്ലാം കഴിക്കാം. മധുരമൊന്നും അധികം ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ അധികം ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, സുഖമായിട്ട് കഴിക്കാം. ഡിന്നറിന് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് കൊടുക്കുകയാണ്. ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെ നല്ല വലിയൊരു ബോളാക്കി വെക്കണം. അപ്പോൾ കുറച്ചായിട്ട് മാവ് തട്ടി കൊടുത്ത് ആ കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഒരു എയർ ടൈറ്റൻഡായിട്ട് ഏതെങ്കിലും അടച്ചു വെക്കാൻ പറ്റിയ പാത്രത്തിൽ ഇട്ട് വെക്കുക. അതിന് മുന്നായിട്ട് മേലെ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. അതിൻ്റെ മേലത്തെ പോർഷനും എല്ലാം ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. കാരണം ഇത് നമ്മളൊരു 8 to 10 മണിക്കൂർ റെസ്റ്റിങ്ങിൽ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 9 മണിക്കൂറിന് ശേഷമാണ് പിന്നെ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് പരുവം കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഡോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിനി ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ബണ്ണല്ലേ, കുറച്ച് വലിയ ബോളായിക്കോട്ടെ. നമ്മുടെ മാംഗ്ലൂർ ഭാഗത്തൊക്കെ ഈ ഒരു ബണ്ണ് കിട്ടും കേട്ടോ, അതിന് മാംഗ്ലൂർ ബണ്ണ് എന്നൊക്കെ പറയും. ആ ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഈ ഒരു ബണ്ണ് ഞാൻ കുറച്ച് വലിയ ബോളുകളാക്കിയിട്ടും പിന്നെ കുറച്ച് ചെറിയ ബോളുകളാക്കി എല്ലാ മോഡലിലും ഉണ്ടാക്കാലോ വെച്ചിട്ട് ഉരുട്ടി അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും നന്നായിട്ട് ബോളാക്കി മാറ്റി വെച്ചു. ഏകദേശം ഈ ക്വാണ്ടിറ്റിയിൽ ഒരു 9 ബണ്ണാണ് നമുക്ക് കിട്ടിയത്. അതിന് ശേഷം നമ്മളൊരു ചപ്പാത്തി പലക എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. ഒരുപാട് പരത്തി അമർത്തണ്ട, ജസ്റ്റ് നമ്മുടെ ഈ എണ്ണപ്പത്തിരിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു പരുവത്തിന്, അങ്ങനെ അത്ര ഒരു തിക്നെസ്സിൽ വേണം. അപ്പോൾ ഇത്രയും പരത്തിയാൽ മതി കേട്ടോ. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. എല്ലാം ഇതുപോലെ മാറ്റി വെച്ചിട്ട് ഒരുമിച്ചാണ് ഞാൻ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എണ്ണ ചൂടാവാൻ വയ്ക്കുക കേട്ടോ. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ബബിൾസൊക്കെ പുറത്ത് വരുന്നുണ്ട്, പിന്നെ നന്നായിട്ട് തെറിക്കുന്നുണ്ട് കേട്ടോ എണ്ണ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, കാരണം കുറച്ച് ഇങ്ങനെ ഈ ചീനച്ചട്ടീൻ്റെ മതിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി പൊക്കം ഉള്ളതാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ മേലേക്ക് എണ്ണ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ഗുളു എന്നുള്ള സൗണ്ടും വരുന്നുണ്ട്. ചെറുതായിട്ട് ആ ഗ്യാസിൻ്റെ പോർഷനും എല്ലാം നന്നായിട്ട് എണ്ണയായിട്ട് ക്ലീൻ ചെയ്യാൻ കുറച്ചധികം തന്നെ ഞാൻ ബുദ്ധിമുട്ടിട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ഈ ഒരു കളറായിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം നല്ലതായിട്ട് വേവുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ച് ടൈം എടുക്കും വെന്ത് കിട്ടാന്ന്. അതൊന്നും പ്രശ്നമില്ല. ഇതുപോലെ ഇങ്ങനെ എണ്ണ തെറിക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബണ്ണ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇങ്ങനെ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതുപോലെ സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടൊക്കെ ആയിട്ട് ഞാൻ 9 എണ്ണവും വളരെ സക്സസ്ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു കാണാൻ. നമ്മുടെ നെയ്യപ്പത്തിൻ്റെയൊക്കെ പോലെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു ബണ്ണ് പോലെ കുറച്ചും കൂടി നന്നായിട്ട് പൊങ്ങി വരുന്ന ആ ഒരു ഇതിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചായേൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ല അടിപൊളിയായിട്ട് ആ ഒരു ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റും ലൈറ്റ് മധുരമേ ഉള്ളൂ. അപ്പോൾ മധുരം നല്ല ഇഷ്ടപ്പെടുന്നവർക്ക് അത്ര ഇഷ്ടമാവില്ല. അപ്പോൾ ഞാൻ മോനൊക്കെ കൊടുക്കുമ്പോൾ അവന് മധുരം കുറവായതുകൊണ്ട് അവന് കുറച്ച് ഹണിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ന്യൂട്ടല്ല പോലെയുള്ള എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിലും കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉള്ളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്, ബണ്ണ് പോലെ തന്നെ. നമ്മുടെ നാട്ടിലെ കായപ്പം കച്ചായം എന്നൊക്കെ പറയില്ല, ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇത് മാംഗ്ലൂർ ബണ്ണും എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ
നിങ്ങളെല്ലാം കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.